അമ്മേ ശരണം ദേവി ശരണം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ചിങ്ങവനം ചിക്കു നാന പാപ്പാനെ കാത്ത് കമ്മിറ്റി ഓഫീസിൽ വന്നിപ്പുണ്ട്. പാപ്പാൻ ഷിബു ഒന്ന് കളക്ട് ചെയ്യേണ്ടതാണ്. അമ്മേ ശരണം ദേവി ശരണം. കൃത്യം 8:30 തന്നെ തോപ്രാംകുടി ദാസൻ സംഘം അവതരിപ്പിക്കുന്ന കച്ചേരി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി പറയുന്നത് ഭക്തജനങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ തോപ്രാംകുടി ദാസൻ വർഷങ്ങളായിട്ട് കമ്മിറ്റി ഓഫീസിൽ വന്ന് പരിപാടി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത്തവണ ഞങ്ങൾ കമ്മിറ്റിക്കാർ ഈ പരിപാടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ടിവിയുടെ മുമ്പിൽ ഇരിക്കുക, ദയവ് ചെയ്ത് വന്ന് ഈ പരിപാടി കാണണം. അല്ലെങ്കിൽ അടുത്ത വർഷവും ഇത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നൊരു പ്രത്യേക അറിയിപ്പാണ്. അമ്മേ ശരണം ദേവി ശരണം. ചുമ്മാ പറയുന്നതാണോ? ഇവരുണ്ടല്ലോ ഈ കമ്മിറ്റിക്കാർ എന്റെ വീട്ടിൽ വന്ന് എന്റെ കാല് പിടിച്ച ഈ പരിപാടി ബുക്ക് ചെയ്ത് എന്നിട്ടിപ്പോ പറയുന്നത് കേട്ടോ, ഈ പൈസ തയ്യാറിക്കാൻ വേണ്ടി ഇതൊക്കെ ഇവരുടെ അടവല്ലേ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നു. ഏതായാലുവേ നമുക്ക് ഈ കച്ചേരി ഇതൊക്കെ സാധമൊക്കെ ചെയ്യുന്ന കൊണ്ട് തുടങ്ങാം. പറഞ്ഞേ എടാ തകഴി നാരാണെന്നാ പറഞ്ഞേ. പിന്നെ എടാ തദരീന, അതൊക്കെ സംഗീതത്തിന്റെ ഓരോ രാഗങ്ങളല്ലേ. എടാ നിനക്ക് ഈ സംഗീതത്തിന്റെ രാഗങ്ങളെ കുറിച്ച് വല്ലതും അറിയാവോ? ആശാൻ എന്റെ അച്ഛന്റെ രോഗങ്ങളെ പറ്റി വല്ലതും അറിയാവോ? അങ്ങനെയാണോ ഞാൻ അറിയുന്നേ. പിന്നെന്താ ഞാനിത് അറിയുന്നത്? ഞാനിവിടെ ഒന്ന് കൊട്ടിയാ പോരെ? നീ കൊട്ടിയാ മതി, പക്ഷേ ഉണ്ടല്ലോ നീ കൃത്യസമയത്ത് വരണം. കാരണം ഈ പരിപാടി കഴിഞ്ഞാലുടനെ ഈ പൈസ എടുത്തിങ്ങനെ എണ്ണി ഞാൻ നിനക്ക് തരുന്നതല്ലേ. എങ്ങനെ? എടാ പൈസ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എണ്ണി നിനക്ക് ഞാൻ തരുന്നില്ലേ? ആശാൻ ഇങ്ങനെ എണ്ണിട്ടുണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തരും. വണ്ടിക്കൂലി മാത്രമല്ല മനുഷ്യ നിങ്ങൾ എനിക്ക് തരുന്നത്. നിനക്ക് അതേലും കിട്ടുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവന്റെ വെല്ലുവിന്റെ ലിഫ്റ്റ് അടിച്ചാ വീട്ടിൽ പോന്നെ. എങ്കിൽ പിന്നെ ഇത് നിർത്തിക്കൂടെ? വെറുതെ ഈ പണിയായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ? എടാ സംഗീതത്തോടുള്ള ഇഷ്ടം കഷ്ടം. നീ എന്ത് പറഞ്ഞാലും വരാൻ താമസിച്ചത് വളരെ മോശമായി പോയി. എന്റെ പൊന്നാശാരെ, എന്റെ 6 മാസമായ കൊച്ചിനെ പല്ല് കിളുത്ത് വരുന്നതേ ഉള്ളൂ. എനിക്ക് അവരെയൊക്കെ കളിപ്പിച്ചോണ്ടിരിക്കണ്ടേ? എടാ കുഞ്ഞെ, ഈ പിള്ളേരെയൊക്കെ കളിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു വേണം അവരെ കളിപ്പിച്ചോണ്ടൊക്കെ ഇരിക്കാൻ. ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന ഇത്ര ഉറപ്പാർക്കാ? അതിനാ ആശാന്റെ പരിപാടിയല്ലേ? എടാ ഒരു കാര്യം പറയണം, ഈ സംഗീതം എന്ന് പറഞ്ഞോണ്ടല്ലോ എന്റെ അമ്മ അതറിയാവോ? അപ്പൊ ഡാൻസ് നിങ്ങളുടെ അച്ഛനാണോ? അതേടാ അതെ. എന്റെ മൂത്ത പെങ്ങള് മോണാക്റ്റും ഇളയ അനിയം മിമിക്രിയുവാ. അവൻ എന്നെ കളിയാക്കുന്നു. നിനക്ക് ഈ മൃദംഗത്തിന്റെ ജതിയെ കുറിച്ച് വല്ലതും അറിയാവോ? എനിക്കതൊന്നും അറിയത്തില്ല. എനിക്ക് എന്റെ ഗതികേട് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ വന്നിരിക്കുന്നത്, അറിയാവോ? ഇതാണ് എന്റെ ഗതി. കണ്ടോ എന്റെ ഗതികേട് കണ്ടോ? എടാ മണിയോ, എടാ ഭയങ്കര പ്രഷറാണല്ലോടാ. ഇപ്പൊ അത് കാണിക്കണം. എന്നത് പ്രഷറേ? അതല്ലെന്ന്. പിന്നെ വെളിയിൽ നിന്ന് കമ്മിറ്റിക്കാരുടെ നല്ല പ്രഷറുണ്ട്. എന്നാന്നറിയാവോ? ഈ പരിപാടി എങ്ങനെ തൂപ്പറായി പോയില്ലെങ്കിൽ തീറ്റി പോയാലുണ്ടല്ലോ അമ്മാര് വീട്ടിൽ വിടുതലെന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ ദൈവമേ ആശാനെ, ഞാൻ ഇന്നലെ നിങ്ങളുടെ വീടിന്റെ അതിലെ വന്നപ്പോഴത്തേക്ക് ആശാൻ ഭയങ്കര ആലോചനയായിരുന്നല്ലോ. അതെന്നാ സംഭവം എന്നറിയാവോ? എടാ ഫെബ്രുവരി 16 നമുക്കൊരു ടൂർ അങ്ങ് പോകണം. അതിനകത്തിനാ? എടാ അന്നല്ലേ ശിവരാത്രി. കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്കും അന്ന് പരിപാടിയാ, നമുക്ക് മാത്രം പരിപാടിയില്ല. അങ്ങോട്ട് പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. അതാകുമ്പോ ആരോടും മറുപടി പറയണ്ടല്ലോ. എന്റെ വണ്ടിക്കൂലി പോലും ഇല്ല. നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, നിന്റെ ഫുൾ ചെലവ് ഞാൻ ഏറ്റു. ഓക്കെ ആണല്ലോ? ഇതിനിടയ്ക്ക് ആരാടാ വിളിക്കുന്നു? ഹലോ, ഞാൻ തിരുവല്ലാമലയെന്നാ. എടാ തിരുവല്ലായി മലയുണ്ടെന്ന് പറയാൻ വിളിച്ചതാ. പറഞ്ഞു കൊടുക്കേ. എടാ തിരുവല്ലായി മാത്രമാണ് മല. ഇവിടെ കഞ്ഞിക്കുഴി മലയുണ്ട്, കോട്ടയത്ത് മലയുണ്ട്, പൊൻകുന്നത്തും മലയുണ്ട്. അതല്ലെന്നു. പിന്നെ തിരുവല്ലാമല ക്ഷേത്രത്തിൽ കമ്മിറ്റിക്കാരൻ വിളിക്കുക. അയ്യോ എടാ കമ്മിറ്റിക്കാരനാ? കേറ്റിപ്പറ. പറഞ്ഞു എന്താണ്? പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്താ പറഞ്ഞോളൂ. 6 മണിക്ക് ദീപാരാധന, അത് കുഴപ്പമില്ല, ആയിക്കോട്ടെ. 8 മണിക്ക് കൊച്ചുകുട്ടികളുടെ ചില കലാപരിപാടികൾ. ആയിക്കോട്ടെ. കൃത്യം 9:30 തന്നെ കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കുന്നതാണ്. അതെല്ലാം അമ്പലത്തിൽ ഇപ്പൊ ഉണ്ടല്ലോ. 10:30 നിഫ്രങ്ങൾ നൃത്യങ്ങൾ എന്ന് പറഞ്ഞ ഡാൻസ് പരിപാടി. ഡാൻസ്. അതിനുശേഷം കൃത്യം 1 മണിക്ക് തന്നെ കരിമരുന്ന് പ്രയോഗം നടക്കുന്നതാണ്. അതൊരു 3-3.5 മണിക്കൂർ കാണുമെന്ന് കുടിക്കും. ഹലോ അപ്പൊ ചുരുക്കി പറഞ്ഞ എന്റെ കച്ചേരി അവിടെ ഇല്ല, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. കണ്ടോ, എന്റെ കച്ചേരി ക്യാൻസൽ ആക്കി എന്ന് പറയാൻ വേണ്ടി അവൻ അവിടുന്ന് വിളിച്ച് എന്നെ കളിയാക്കും. എങ്ങനെയുണ്ട്? എടാ ഓടിക്കോളാൻ ഓടിക്കോ. നിങ്ങൾ എന്തിനാ ഓടുന്നെന്ന്? ഇങ്ങോട്ട് വന്നേ. എന്നാ നിങ്ങൾ അറിഞ്ഞില്ലേ ആന വിത്തളകി വരുന്നു? എടാ ആന വിച്ചങ്ങോട്ട് വരുന്നോ? ഓ അതല്ല, അമ്പലത്തിൽ ഉത്സവമല്ലേ, ആന ചങ്ങലയും പൊട്ടിച്ചോണ്ട് ദേ വരുന്നു. ഓ എന്റെ ദൈവമേ, എന്റെ കച്ചേരി ഉള്ളതാണ് അവിടെ. നിങ്ങളെ കച്ചേരിക്കാരാണോ? പിന്നെ പറയത്തില്ലേ, ഈ കച്ചേരിക്കാർ പൊതുവെ ഈ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിരിക്കുന്നതിന് കാര്യം എന്നാ? അതിന് കാര്യമുണ്ട്. അതായത് കച്ചേരി കുറഞ്ഞു വരുന്ന സമയത്ത് കൊച്ചു കുട്ടികളോട് നമുക്ക് മെഗാ ഷോയ്ക്ക് പോകാം, ഫിഗർ ചെയ്യാനായിട്ട്. അതായത് ഇപ്പൊ മുടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമുക്ക് അന്യനെ ചെയ്യാം. 5 കൊലൈ 6 കൊലൈ 7 കൊലൈ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുടിയെടുത്ത് പുറകോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഭരത് ഗോപി ചെയ്യാൻ അറിയാമോ?
ജന്മം കൊണ്ട് നീ എന്റെ മകളായിരിക്കാം, പക്ഷേ ഹൈ 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 ഹൈ. ആശാനെ ഇതെന്നാ കാണിച്ചേ? അല്ല, ഞാൻ ഫിഗർ പിടിച്ചപ്പോ അങ്ങ് പോയതല്ലേ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ. ഈ മണ്ണ് തിന്നാ വല്ല കുഴപ്പമുണ്ടാവുമോ? എന്റെ കൊച്ച മണ്ണ് തിന്നലും ഉണ്ടാകുകയല്ലേ? നീ എന്തിനാടാ അത് ഇവിടെ പറയുന്നേ? ഇന്നലെ നമ്മൾ കച്ചേരി കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റേജിന്റെ പുറകെ നിന്നില്ലേ? ആ. എന്നെ മലമൂത്ത് പഠിപ്പിച്ച മാഷ് വന്നിട്ട് എന്നോട് ചോദിക്കുക, ഇതിലും ഭേദം മണ്ണ് നിന്ന് ജീവിക്കാൻ മേലേന്ന്. പിന്നെ ശകലം കല്ലും കൂടെ തിന്നാൻ മേലായിരുന്നു. കല്ലുണ്ടെന്ന് പുസ്തകം വായിക്കുമ്പോ മൊത്തം കല്ല. ആശാനെ നിങ്ങൾ ഈ അമ്പലങ്ങളിലല്ലാതെ പള്ളികളിലൊക്കെ കച്ചേരിക്ക് പോകാറുണ്ടോ? പിന്നെ എടാ, ഈ സംഗീതത്തിനുണ്ടല്ലോ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. ഞങ്ങൾക്ക് പരിപാടിയില്ല. പിന്നെ മക്കളൊക്കെ എങ്ങനെയാ സംഗീത കച്ചേരിയുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സംഗീതം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയൊന്ന് കഴിവാ. അതുണ്ടെങ്കിലേ നമുക്ക് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിനകത്തോട്ട് എടുത്ത് ചാടിയത്? അതുകൊണ്ടല്ലേടാ ശോഭിക്കാത്ത. ആശാനെ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ കച്ചേരി പകരവേ നമുക്ക് ഈ ഭജൻസ് ഒന്ന് കയറി പിടിച്ചാലോ? ഭജൻസ് പിടിച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്കകത്ത് ഈ സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് വേണ്ടെന്ന് വെച്ചേക്കും. ഈ ഭജന പാടുന്ന ആൾക്ക് കച്ചേരി പാടാമെങ്കിൽ പിന്നെ ഭജൻസ് പാടിയാലല്ല. ഈ മലയാള സിനിമയിലെ പാട്ടുകാരെ കുറിച്ച് ആശാന്റെ അഭിപ്രായം എങ്ങനെയാ? മലയാള സിനിമയിലെ പാട്ടുകാരെ കുറിച്ച് യേശുദാസ് കൊള്ളാം, വലിയ കുഴപ്പമില്ല, നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം. പക്ഷെ MG പോരാ. പോരാ പോരാ, ഭയങ്കര പോരാണ്. എന്നറിയോ, ഞാൻ ഈ സ്വരങ്ങളൊക്കെ പാടുന്നോണ്ട് എന്നോട് ഭയങ്കര പോരാന്ന്. അപ്പൊ ഹരിഹരനോ? ഹരിഹരൻ സംവിധായകനല്ലേ? സംഗീതത്തെ കുറിച്ച് നല്ല ബോധമാണ്. കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങളുടെ അമ്പലത്തിൽ കച്ചേരി നടന്നില്ലേ? ആ കച്ചേരിയെ കുറിച്ച് ആശാന്റെ അഭിപ്രായം എങ്ങനെയായിരുന്നു? എന്റെ ഒരു അനുഭവം, അതായത് പണ്ട് കോഴിക്കോട്ടല്ല കൊച്ചിറയല്ല, അവിടെ ഞങ്ങൾക്കൊരു കച്ചേരി നടത്തും. അതായത് ഭയങ്കര ഒരു അനുഭവം. അത് അവിടെ ഞാനൊരു കച്ചേരി നടന്നുകൊണ്ടിരുന്ന സമയത്ത് വലിയൊരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ശങ്കര എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിയൊരു ഒറ്റ ഇടിവെട്ടി ഒരു ഒറ്റ മഴയാണ്. ഈ മഴ അങ്ങോട്ട് പെയ്തിട്ട് വെള്ളം അങ്ങോട്ട് പൊങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ റെഡ് അലേർട്ടായി, ഓറഞ്ച് അലേർട്ടായി, പിന്നെ അങ്ങ് വെള്ളപ്പൊക്കമായി. 1.5 ആഴ്ചയുള്ളൂ. 1.5 ആഴ്ച കഴിഞ്ഞ് പിന്നെ 1.5 മാസം ഉണ്ടല്ലോ ഞാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടന്ന്. അത് കഴിഞ്ഞിട്ട് എന്റെ അനിയൻ ഒരു ഓട്ടോയും വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ചാക്ക് അരിയും പയറും വസ്ത്രങ്ങളും എല്ലാം എടുത്തോണ്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇടഞ്ഞാനയെ തളച്ചിട്ടുണ്ട്. എല്ലാവരും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അമ്മേ ശരണം, ദേവി ശരണം. അല്ലേ ഞാനത് അങ്ങോട്ട് പോട്ടെ. ഇപ്പോൾ അനൗൺസ്മെന്റ് കേട്ടില്ലേ? നാട്ടുകാർ കൂടി തളച്ച ആനയില്ലേ, അതിന്റെ പാപ്പാനാണ് ഈ ഞാൻ. എടാ താപ്പാനെ,